ഹായ് ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു എക്സാം ആണ് CGL അല്ലേ? SSC CGL എക്സാം നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. സോ അതിന്റെ റിമൈൻഡറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം CGL ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ? എല്ലാവരും അയച്ചു കാണുമല്ലോ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യരുത്, ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നാണ്, അതായത് ജൂൺ 22, 2026 CGLന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സ്റ്റിൽ ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, എക്സാം നോക്കുന്ന ആരെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ സൈറ്റ് ഇപ്പോൾ ഓൾറെഡി എന്തായാലും ബിസി ആയി കാണും, കാരണം ലാസ്റ്റ് നിമിഷം എല്ലാവരും അയക്കുവാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് എന്ത് ചെയ്യുക, ഇടയ്ക്ക് GDയുടെ ആൻസർ കീ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ സൈറ്റ് ഫുള്ള് ബിസി ആയിരുന്നു. സോ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് എന്ത് അപ്ലൈ ചെയ്യണം, ആദ്യമേ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞത്. സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആപ്ലിക്കേഷൻ വിളിച്ച ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 21 അല്ലേ? മെയ് 21 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ CPT ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 22/6/2026, അതായത് ഇന്ന് രാത്രി 11 മണി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ പേയ്മെന്റ്, അതായത് നമുക്ക് ഗേൾസിനാണെങ്കിൽ ഫീസ് ഇല്ല, ബോയ്സിന് ഫീസ് ഉണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത് നാളെ രാത്രി വരെ അയക്കാം. സോ തൽക്കാലം അയച്ചിട്ടിട്ട് നാളെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോയ്സിനാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഫീസ് നാളെ ആണെങ്കിലും അടയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇന്ന് നാളെ ആയിട്ട്, അതായത് ഫീസ് മാത്രം നാളെ ഉള്ളൂ, ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത് ഈ മാസം 29 തൊട്ട് ജൂലൈ 1 വരെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്. സോ അപ്പോൾ ജൂലൈ ആയി അല്ലേ? മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു മെയ് 21 തൊട്ട് ജൂൺ 21, അതായത് 1 മന്ത് പിന്നിട്ടു. നോട്ടിഫിക്കേഷൻ വന്ന് 1 മന്ത് പിന്നിട്ടു. ഇനി ഒരു 2 മന്ത് ഗ്യാപ്പ് മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടി, മാക്സിമം 2 മന്ത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നമ്മുടെ ടെൻഡേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത്. അറിയാമല്ലോ, ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഗസ്റ്റ് സെപ്റ്റംബറിന് അപ്പുറം പോകില്ല. സോ ജൂലൈ ആയില്ലേ, ജൂലൈ ഓഗസ്റ്റ് 2 മാസം കിട്ടുമോ എന്നുള്ളത് തന്നെ വളരെ ഡൗട്ടുള്ള കാര്യമാണ്. ദെൻ ടയർ 2ന്റെ എക്സാം എന്ന് പറയുന്നത് ഡിസംബറിലാണ് വരുന്നത്. ടയർ 1 കഴിഞ്ഞിട്ട് നമുക്ക് ടയർ 2വിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ഇനിയും അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഇപ്പോൾ രാത്രി 11 മണി വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഓൾറെഡി ഇപ്പോൾ സൈറ്റ് ബിസിയാണ്, നല്ല ബിസി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തവർ ഓക്കെ, അപ്ലൈ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡിഗ്രി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾക്കിടയിലുണ്ട്. അവരെല്ലാം വെറുതെ എങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിടുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, ഈ ഒരു എക്സാം നിങ്ങളെ കൊണ്ട് പറ്റുമോ. എല്ലാവരും PSCയിലോട്ട് പോകാതെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം മാത്സിനും റീസണിങ്ങിനും സ്കോർ ചെയ്യാം, ഇംഗ്ലീഷിനും സ്കോർ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും ടയർ 1 നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. 3 പുതിയ പോസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രലും സ്റ്റേറ്റും, അതുപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ അത് സ്റ്റേറ്റ്. ഈ 3 പോസ്റ്റുകൾ ലെവൽ 8 അല്ലെ, ലെവൽ 8 പോസ്റ്റുകളാണ് ഈ 3 എന്ന് പറയുന്നത്. വളരെ നല്ല പോസ്റ്റുകളാണ്, ഗസറ്റഡ് പോസ്റ്റുകളാണ്. സോ കയറുമ്പോൾ തന്നെ നമ്മളൊരു ഗസറ്റഡ് റാങ്കിലാണ് നമ്മൾ പോസ്റ്റിംഗ് ആവുന്നത്. ഈ 3 പോസ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്ത കാര്യങ്ങളാണ്. സോ CGL ഇനിയും അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഫീസിൻ്റെ ഡേറ്റും നാളെ രാത്രി 11 മണി വരെയാണ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് QA ഉണ്ട്, റീസണിങ് ഉണ്ട്, ദെൻ ഇംഗ്ലീഷ് ഉണ്ട്, GK.
ഈ 4 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാം 25, 25, 25, 25 ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഉറപ്പായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. 15 മിനിറ്റിൽ എങ്ങനെ നമുക്ക് 25 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, സെക്ഷണൽ ടൈമിംഗ് അല്ലേ, മാത്സ് റീസണിങ് നമുക്ക് സോൾവ് ചെയ്തെടുത്താലല്ലേ പറ്റൂ. സോ ഫാസ്റ്റ് സ്പീഡ് കൂട്ടാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു വീഡിയോ നമ്മൾ വെയിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ടയർ 1-നകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ 3 വിഷയങ്ങളിൽ QA, റീസണിങ്, ഇംഗ്ലീഷ്, ഇപ്പൊ GK പുറകോട്ടാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത്തിരി പുറകോട്ടാണെങ്കിൽ ബാക്കി 3 എന്ത് ചെയ്യാൻ പറ്റും, വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ടയർ 2 എക്സാമിനകത്ത് നമുക്ക് എന്തും കൂടി വരും, ഒരു കമ്പ്യൂട്ടറും നമ്മുടെ സ്കിൽ ടെസ്റ്റും കൂടി വരുന്നതാണ് നമ്മുടെ CGL എക്സാം എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ എക്സാം ആണ്. ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാക്ക് ചെയ്ത് എഴുതിയെടുക്കുന്നുണ്ട്. സോ ഇനി ഞാൻ പറഞ്ഞു, നമുക്കിനി 2 മാസം കഷ്ടിച്ച് ഇല്ല. സോ നമ്മുടെ EZB അക്കാഡമിയുടെ തന്നെ CGLന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിവിഷൻ കൂടുതലും, ഇനി നമുക്ക് ഒരു ക്രാഷ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതലും റിവിഷൻ ചെയ്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ അല്ലേ. നമുക്ക് പുതിയതായിട്ട് പഠിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം എന്താണ്, പുതിയതായിട്ട് ഇനി എന്തെങ്കിലും പഠിക്കുന്നെങ്കിൽ നിങ്ങൾ GK സെഷൻ ഒന്ന് നോക്കിയാൽ മതി. കാരണം മാത്സ് റീസണിങ്ങും എല്ലാം നമ്മളിങ്ങനെ പഠിച്ച് വരുവാണ്. അപ്പൊ അത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ക്രാഷിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻ എന്താണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിന്ത വേറെ പല സ്ഥലത്തേക്കും പോകും അല്ലേ. എന്താണ്, നമ്മളോട് പറ്റില്ല, നമുക്കത് നടക്കില്ല എന്നൊരു ഡീമോട്ടിവേഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്താക്കണം, സ്റ്റേ ഫോർവേഡ്. നമ്മൾ എന്ത് വന്നാലും നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ PYQസും ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഷുവർ ഷോർട്ട് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ പാറ്റേൺ, ഇപ്പം നമുക്ക് മാത്സ് ഒക്കെ ടൈമർ ആയതുകൊണ്ട് തന്നെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് തരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, CGLന്റെ ക്രാഷ് ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പറോട്ട് കോൺടാക്ട് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത്, ക്രാഷ് ആണ്, റിവിഷൻ ആണ്, ഫുൾ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും. ഓൾറെഡി അല്ലാത്ത സെഷൻസും കാണും, റിവിഷൻ ക്ലാസ്സുകളും ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ CGL 2 മാസം ഉള്ളൂ. 2 മാസം നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ചിരിക്കുകയാണ്. 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ബട്ട് 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്തവരും ഉണ്ട്. ഓക്കെ, നമ്മൾ അവരെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ മോഡലാക്കാൻ. സോ അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആൻഡ് ഓൾസോ CGLന്റെ ക്രാഷ് ബാച്ചിലേക്ക് എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്